അവിടെ അവതരിപ്പിച്ചത്. 24 വേദികൾ ഇന്നു മുതൽ ഉണരുകയാണ്. ഇനി കലാപൂരത്തിന്റെ 5 ദിനരാത്രങ്ങളാണ് കേരളത്തിന് മുന്നിലുള്ളത്. കൊല്ലം കാഴ്ചവെക്കാനിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. സ്മിത ഹരിദാസും ചേരുന്നു. സ്മിത, എന്തൊക്കെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ബഹുമാനപ്പെട്ട മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, ബഹുമേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വേണുവിടെ ഈ സ്വാഗത ഗാനത്തിന്റെ മനോഹരമായ നൃത്താവിഷ്കാരം കണ്ടതിന്റെ ഒരു ആവേശത്തിലും അതിനൊരു സന്തോഷത്തിലും ഒക്കെ ഇരിക്കുകയാണ് എല്ലാവരും തന്നെ. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും തന്നെ തയ്യാറായിരിക്കുന്നു. വേദി നിറഞ്ഞ് നമുക്കിവിടെ കാണാം. കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമ തന്നെയാണ് ഇവിടെ വിളിച്ചോതുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കോഴിക്കോടാണ് ഇത്രയധികം ഒരു ജനബാഹുല്യം കാണാറുള്ളത്. പക്ഷെ ഇപ്പൊ നോക്കിയാൽ കാണാം ഇവിടെ ഒരൊറ്റ സീറ്റ് പോലും ബാക്കിയില്ല എന്നുള്ളതാണ്. നിറയെ കുട്ടികളായിട്ടും അവരുടെ പാരൻസ് ആയിട്ടും ഒരു വിഭാഗം അത് അങ്ങനെയുണ്ട്. അത് കൂടാതെ കൊല്ലത്തു നിന്നും അടുത്ത ജില്ലകളിൽ നിന്നുള്ള എല്ലാവരും തന്നെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ്. അപ്പോൾ ആശ്രാമം മൈതാനത്തുള്ള ഈ പ്രധാന വേദിയിലാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. അവിടേക്ക് തന്നെ എല്ലാവരും ഒഴുകിയെത്തിയിരിക്കുന്നു. വലിയ ചൂടാണ് വേണു പുറത്ത്. പക്ഷേ ആ ചൂടിനെ ഒന്നും ആരും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. ചൂടിനെയൊക്കെ മറികടന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടിയുണ്ട്, KB ഗണേഷ് കുമാറുണ്ട്, K രാജനുണ്ട്, ചിഞ്ചുറാണിയുണ്ട്. അങ്ങനെ രാഷ്ട്രീയ മേഖലയിലുള്ള ഉന്നതന്മാരുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരുണ്ട്. അധ്യാപകർ തന്നെ എത്രയോ പേരാണ്. കലയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതങ്ങനെ. അതുകൂടാതെ ഈ ഒരു ഓളം അത് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നവരുടെ വലിയൊരു തിരക്ക് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വേണു, അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിമിഷങ്ങൾ മാത്രമാണ് ഉദ്ഘാടന ചടങ്ങിന് ബാക്കിയുള്ളത്. അനുജ രാജേഷും തുടരുന്നുണ്ട്. അനുജ, നല്ല ജനപങ്കാളിത്തമുണ്ടോ? ചൂടാണ് അവിടെ എന്ന് സ്മിത പറയുന്നുണ്ട്. ഇനി മത്സര ചൂടുകളിലേക്ക് എല്ലാ വേദികളും ഉണരാൻ പോവുകയാണ്. ഈ മുഖ്യവേദി കൂടാതെ എല്ലാ വേദികളിലും ഇത്തരം പങ്കാളിത്തം, ഇത്ര വലിയ ആതിഥ്യം കൊല്ലം നൽകും എന്ന് പ്രതീക്ഷിക്കാമോ? നമ്മൾ ആ തരത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് വേണു. കാരണം ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സദസ്സ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു കസേര പോലും സ്മിത നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല. 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വലിയ പന്തൽ. ഈ പന്തൽ തീർത്തിരിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പന്തൽ തീർക്കുന്ന തൃശ്ശൂർ സ്വദേശി ഉമ്മറാണ്. അദ്ദേഹം തന്നെ ഇക്കുറി കൊല്ലത്തെത്തി ഈ വലിയ പന്തലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഈ പന്തലിൽ ഒരേ സമയം 10,000-ലേറെ പേർക്ക് ഇരിക്കാൻ കഴിയും. അതായത് അത്രയും ആളുകൾ ഇവിടെയുണ്ട്. കൂടാതെ വശങ്ങളിലൊക്കെ തിങ്ങി നിറഞ്ഞ് ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറത്ത് നല്ല ചൂടാണ്. വെയിൽ കടുത്ത് വരുന്നതേ ഉള്ളൂ. ഇനി ഒരല്പസമയമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിളച്ച് മറിയുന്ന സൂര്യനായിരിക്കും. പക്ഷേ അതിനേക്കാൾ തിളച്ച് മറിയുന്ന അല്ലെങ്കിൽ പോരാട്ട ചൂടിലേക്കൊക്കെ ഇനിയിപ്പോൾ കൊല്ലം നഗരി കടക്കാൻ പോവുകയാണ്. 11 മണിക്ക് ഏറ്റവും ആദ്യത്തെ ഇനം പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം മറ്റ് പല വേദികളിലായി 24 വേദികളാണ് കൊല്ലത്തിൻ്റെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ 24 വേദികളിലും ഇന്ന് പല മത്സരങ്ങൾ നടക്കുന്നു. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഗ്ലാമർ ഇനങ്ങൾ നടക്കാനിരിക്കുന്നു. മോഹിനിയാട്ടമുണ്ട്, അതുപോലെ സംഘനൃത്തം, കുച്ചിപ്പുടി, അങ്ങനെയൊക്കെയുള്ള ഡാൻസ് ഇനങ്ങളുണ്ട്. അതാണ് ഗ്ലാമർ ഇനങ്ങൾ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അറബനമുട്ടും മാർഗം കളിയുമൊക്കെ അത് മറ്റു വേദികളിലും നടക്കും. 11 മണിക്ക് എന്നുള്ളത് പക്ഷേ ഒരല്പം അങ്ങോട്ട് വൈകാനുള്ള സാധ്യതയുണ്ട്. 10 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനുള്ള 10 ജനപങ്കാളിത്തം എങ്ങനെയൊക്കെ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്കത് തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതിനു മുമ്പ് കോഴിക്കോടും കാസർഗോട്ടും ഒക്കെ നമ്മൾ ആ ജനപങ്കാളിത്തം കണ്ടു. കൊല്ലത്തും അത് അതേ തരത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നത് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ചിത്രം വ്യക്തമാകും. ഏതായാലും ഉദ്ഘാടന ചടങ്ങിൽ വലിയ ജനപങ്കാളിത്തം, ജനബാഹുല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ശരി, അനുജ രാജേഷും സ്മിത ഹരിദാസുമാണ് കലോത്സവത്തിന്റെ മുഖ്യവേദിയായ ആശ്രാമം മൈതാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. പ്രേക്ഷകർക്ക് കാണാവുന്നതുപോലെ കൊല്ലത്തിന്റെ ഹൃദയം നിറഞ്ഞ ആതിഥ്യമാണ് ആ സദസ്സ് സദസ്സ് സമ്മാനിക്കുന്നത്. അത്ര വലിയ പങ്കാളിത്തമാണ് ഈ ഉദ്ഘാടന വേദിയിൽ കാണുന്നത്. ഏതാണ്ട് 10,000-ഓളം മത്സരാർത്ഥികൾ 14 ജില്ലകളിൽ നിന്ന് മാറ്റുരയ്ക്കാനെത്തുന്ന വേദികളാണ് കൊല്ലത്ത് സജ്ജമായിട്ടുള്ളത്. അതിലെ മുഖ്യ വേദിയിൽ
വേദിയിൽ ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. 10,000-ത്തിലധികം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളാണ്, ഇരിപ്പിട സൗകര്യങ്ങളാണ് ഈ മുഖ്യവേദിയിലുള്ളത്. അത് കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. എല്ലാ കസേരകളിലും ആളുകളുണ്ട്. അതുകൂടാതെ വശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ചൂട് കൂടിക്കൂടി വരുന്നു. മത്സര ചൂടും ഇനി വരും മണിക്കൂറുകളിൽ ഉയരാൻ പോകുന്നു. അതിൻ്റെ കാത്തിരിപ്പിലാണ് എല്ലാ വേദികളും. വലിയ രൂപത്തിലുള്ള ജനപങ്കാളിത്തം ആദ്യ ദിവസം തന്നെ പ്രകടമാണ്. മറ്റു വേദികളിലും ഇനി മത്സരങ്ങൾ പൊടിപൊടിക്കുമ്പോൾ സമാനമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് നടന്നെത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുൻപാണ് സ്വാഗതഗാനത്തിൻ്റെ മനോഹരമായ നൃത്താവിഷ്കാരം കണ്ടത്. നടി ആശാ ശരത്തും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരമായിരുന്നു. ഇനിയിപ്പോൾ ഉദ്ഘാടന സമ്മേളനം തുടങ്ങുകയാണ്. 10 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ അരമണിക്കൂർ വൈകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അല്പസമയത്തിനകം ഉദ്ഘാടന സമ്മേളനം തുടങ്ങും. 62ാമത് സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ ഔപചാരികമായ തുടക്കമാകും. മുഖ്യമന്ത്രി അല്പസമയത്തിനകം 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പിന്നീട് 24 വേദികൾ സജീവമാകും. 11 മണിക്ക് മോഹിനിയാട്ടത്തോടെ ഇതിന് തുടക്കമാകുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ 11 മണിക്ക് തന്നെ മത്സരം തുടങ്ങാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടന സമ്മേളനം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലെത്തിയിട്ടേ ഉള്ളൂ. അരമണിക്കൂർ വൈകിയിരിക്കുന്നു. സ്വാഭാവികമായും മറ്റു മത്സര ഇനങ്ങൾ തുടങ്ങുന്നതിനും സമാനമായ കാലതാമസം ഉണ്ടായേക്കാം. സ്കൂൾ കലോത്സവത്തെ സംബന്ധിച്ച് ഈ വേദികളിൽ മത്സര പരിപാടികൾക്ക് കാലതാമസം വരുന്നത് പുതുമയല്ല. അതുകൊണ്ട് 11 മണിക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ നൃത്ത ഇനങ്ങളുടെ മത്സരം തുടങ്ങുക. അതുപോലെ സംഘനൃത്തം, കുച്ചിപ്പുടി, മാർഗംകളി തുടങ്ങി വിവിധ നൃത്തരൂപങ്ങളുടെ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി ഇന്ന് അരങ്ങേറുക. ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ തുടക്കമാവുകയാണ്. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ആദരണീയനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, വേദിയിലെ വിശിഷ്ടാതിഥികളായ ബഹുമാന്യരായ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ഭദ്രദീപം തെളിയിച്ച് സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. 2008 ശേഷം ആണ് കൊല്ലം ജില്ലയിലേക്ക് കേരള സ്കൂൾ കലോത്സവം വന്നെത്തുന്നത്. ചരിത്രമുറങ്ങുന്ന സാംസ്കാരിക പെരുമയുള്ള കൊല്ലം ജില്ലയ്ക്ക് ഇന്ന് ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസം ഒരു കലാവിരുന്നാണ് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുക്കിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം 14,000-ഓളം വിദ്യാർത്ഥിനികളാണ് ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. അവരോടൊപ്പം അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. അതുപോലെ തന്നെ കാണുന്നതിനായി, കാഴ്ചയ്ക്കായി ഈ ഒരു കലോത്സവം ഒരു ആവേശഭരിതമാക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ടവരായ നാട്ടുകാരും ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസങ്ങൾ നീണ്ട പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ റിവ്യൂ ഇതിനു വേണ്ടി നടത്തിയിരുന്നു. ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം എല്ലാം തന്നെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്നുണ്ട്. അതുപോലെ അതോടൊപ്പം തന്നെ ഈ എല്ലാ സംഘാടക സമിതിയിലെ അംഗങ്ങളും അധ്യാപക സംഘടനകളും, അതിന് പ്രത്യേകം സബ് കമ്മിറ്റികളുണ്ട്, സബ് കമ്മിറ്റിയിലെ അംഗങ്ങളും, ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും, വിവിധ ജില്ലകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് 62ാമത് കേരള സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 വേദികളിലായിട്ടാണ് ഇന്ന് ഇവിടെ കലോത്സവം ആരംഭിക്കുന്നത്. ആ വേദികൾക്ക് എല്ലാം തന്നെ കൊല്ലം ജില്ലയിലെ പ്രമുഖരായിരുന്ന സാംസ്കാരിക നായകരുടെ നാമധേയം നൽകിയിട്ടുണ്ട്. ഈ
സ്കൂൾ കലോത്സവത്തിൽ വിജയിയാകുന്ന ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണക്കപ്പ് കഴിഞ്ഞ വർഷം വിജയിയായിരുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു ഘോഷയാത്രയായിട്ടാണ് കൊല്ലം ജില്ലയിലേക്ക് എത്തിച്ചത്. അത് ഇന്നലെ കൊല്ലം ജില്ലയിൽ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് സ്വീകരിക്കുകയും ഉണ്ടായി. ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടെ ചേർന്ന് അത് സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ വരുമ്പോൾ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കേരളത്തിൻ്റെ എല്ലാ കാര്യത്തിലും കേരളത്തിൻ്റെ വികസനത്തിലും പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലും പാഠ്യേതര വിഷയങ്ങളിലും എല്ലാം തന്നെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെയധികം കാര്യങ്ങളാണ് നമ്മുടെ വകുപ്പ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് വിദ്യാകിരണം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം എപ്പോഴും നമ്മൾക്ക് വേണ്ട നേതൃത്വവും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ വകുപ്പിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ വകുപ്പിലെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാഠ്യപദ്ധതി ആയാലും പാഠ്യപദ്ധതി എന്നൊരു പരിഷ്കരണത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും അതുല്യ പ്രാധാന്യം നൽകി ആ ഒരു നേതൃത്വം ഞങ്ങൾക്ക് നൽകുന്നതും മാർഗനിർദ്ദേശം നൽകുന്നതും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം ബഹുമാന്യരായ മന്ത്രിമാരുണ്ട്. ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ കൂടി. ബഹുമാന്യനായ ശ്രീ KN ബാലഗോപാൽ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവർകൾ, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചുറാണി നമ്മോടൊപ്പം മുഖ്യാതിഥിയുണ്ട്. മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ മുഖ്യാതിഥിയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാണ്. അദ്ദേഹം താമസിയാതെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതഗാനത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് നമ്മളിവിടെ കണ്ടത്. പ്രശസ്ത സിനിമാ താരം ആശാ ശരത്തും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് അത് അവതരിപ്പിച്ചത്. ശ്രീമതി ആശാ ശരത്തിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രശസ്ത സിനിമാ താരം കുമാരി നിഖില വിമൽ നമ്മോടൊപ്പമുണ്ട്. മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊല്ലം മേയർ, ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി പ്രസന്ന ഏർണിസ്റ്റ് മുഖ്യാതിഥിയായി നമ്മോടൊപ്പമുണ്ട്. മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യരായ MP-മാരും MLA-മാരും ഇന്ന് ഈ യോഗത്തിൽ നമ്മളോടൊപ്പം മുഖ്യാതിഥികളായിട്ടുണ്ട്, വിശിഷ്ടാതിഥികളായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ കൊല്ലം MLA ശ്രീ M മുകേഷ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ഇരവിപുരം MLA ശ്രീ M നൗഷാദ് മുഖ്യാതിഥിയായിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളായി ബഹുമാനപ്പെട്ട MP മാവേലിക്കര ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ ബഹുമാനപ്പെട്ട MP ശ്രീ AM ആരിഫ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളണം. ബഹുമാന്യരായ MLA-മാർ നമ്മളോടൊപ്പം ഉണ്ട്. ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുപാൽ, ബഹുമാന്യനായ ചാത്തന്നൂർ MLA ശ്രീ GS ജയലാൽ, ബഹുമാന്യനായ കുന്നത്തൂർ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ,
ബഹുമാന്യനായ കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ്, ബഹുമാനപ്പെട്ട ചവറ MLA ഡോക്ടർ സുജിത് വിജയംപിള്ള, ബഹുമാന്യനായ കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ, കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീ കൊല്ലം മധു, ആശ്രാമം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ഹണി ബെഞ്ചമിൻ എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി രേഖപ്പെടുത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ ഷാനവാസാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. ഔപചാരികമായി ശ്രീ ഷാനവാസിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇന്ന് ഈ നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. അവരുടെ നൈസർഗികമായ സർഗവാസന പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നതാണ് കലോത്സവം. ഈ കലോത്സവം ഒരു മത്സരം എന്നതിൽ അപ്പുറം അവരുടെ സർഗവാസന വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടിയാണ്. ഇവിടെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അതുപോലെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ നേതൃത്വമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനും സ്നേഹസമ്പന്നനുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ധനമന്ത്രി KN ബാലഗോപാൽ, റവന്യൂ മന്ത്രി K രാജൻ, മന്ത്രി ചിഞ്ചുറാണി, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ, മറ്റ് വേദിയിലിരിക്കുന്ന മേയർ, MLA മാർ, മറ്റ് കലാകാരന്മാരെ, ബഹുമാന്യരെ, 62ാമത് സ്കൂൾ കലോത്സവത്തിന് ഏതാനും നിമിഷം കഴിയുമ്പോൾ തുടക്കം കുറിക്കുകയാണ്. 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഈ കലോത്സവം നടക്കുന്നത്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 14,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് കണക്കാക്കപ്പെട്ടത്. 24 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. എല്ലാം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സജ്ജീകരണങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റും കൊല്ലം ജില്ലയിലെ വർഗബോജന രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം 20,000 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഒരേ സമയം 2,000-ഓളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കുറ്റമറ്റതായിട്ടുള്ള ഫലപ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും പിന്തുണയും സഹായമാണ് വേണ്ടത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കുറേ നാളുകളായി നടക്കുന്ന ഈ കലോത്സവം പഴയ മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കൊല്ലം ആശ്രാമ